എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്യാമ്പസ് കളേഴ്സിലേക്ക് സ്വാഗതം. ക്യാമ്പസിലെ സൗഹൃദങ്ങളും പൊട്ടിച്ചിരികളും നിങ്ങളുടെ പ്രിയപ്പെട്ട ക്ലാസ് റൂം ഓർമ്മകളും സ്വപ്നങ്ങളും എല്ലാം പങ്കുവയ്ക്കാം അനന്തപുരി FM-നോടൊപ്പം. ഇന്ന് ക്യാമ്പസ് കളേഴ്സിൽ ആരൊക്കെയാണ് ക്യാമ്പസ് വിശേഷങ്ങളുമായി എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ. എൻ്റെ പേര് സോണ സിബി. ഞാൻ തൊടുപുഴ സ്വദേശിനിയാണ്. തൊടുപുഴ ന്യൂമാൻ കോളേജിലാണ് പഠിച്ചത്. എൻ്റെ കോളേജ് കാലഘട്ടത്തെക്കുറിച്ചും ന്യൂമാൻ കോളേജിനെ കുറിച്ചും ആലോചിക്കുമ്പോൾ തന്നെ തൊടുപുഴ പട്ടണത്തിലെ ഹരിതസുന്ദരിയായ ഒരു കലാലയമായിരുന്നു എൻ്റേത്. പച്ച വിരിച്ച കോളേജും കോളേജിന്റെ പരിസരവും അതുപോലെ ആവേശങ്ങൾ ഉയരുന്ന വോളിബോൾ കോർട്ടും എപ്പോഴും ഫ്ലാഷ് മോബിന്റെ ആവേശവും അങ്ങനെ എല്ലാം നിറഞ്ഞ് ഭയങ്കര വൈബ്രന്റ് ആയ ഒരു കലാലയമായിരുന്നു എൻ്റേത്. ക്യാമ്പസ് ലൈഫിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് മനസ്സിൽ വരുന്നത് എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരെയും അതുപോലെ സുഹൃത്തുക്കളെയുമാണ്. അവരായിരുന്നു ആ ക്യാമ്പസ് ജീവിതത്തെ ഏറ്റവും കൂടുതൽ സുന്ദരമാക്കി മാറ്റിയത്. നമുക്കറിയാം, കോളേജുകൾ കാലഘട്ടത്തിലേക്കൊക്കെ കടന്നു വരുമ്പം സ്കൂളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അധ്യാപകരിൽ നിന്നൊക്കെ കുറച്ച് അകന്നു പോകുന്ന ഒരു ശൈലിയാണ് പൊതുവെ കണ്ടുവരുന്നത്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഞങ്ങളുടെ വിദ്യാർത്ഥികളെ മക്കളെ പോലെ സ്നേഹിക്കുന്ന അധ്യാപകരായിരുന്നു ഞങ്ങളുടെ ന്യൂമാൻ കോളേജിലുള്ളത്. മക്കളെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യുകയും നമുക്ക് ഏതൊരു ആവശ്യത്തിനും എപ്പോഴും അപ്രോച്ച് ചെയ്യാൻ പോലെ അത്രയും നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്നിരുന്ന അധ്യാപകരായിരുന്നു ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ കൃഷ്ണകുമാർ സാറും പ്രീതി മിസ്സും ഓരോ ക്ലാസ്സുകളിലപ്പുറം ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ബോറായൊരു വിഷയത്തെ സമകാലികമായ പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിന്റെ ചരിത്രത്തിലേക്ക് ഇറങ്ങിയുള്ള അന്വേഷണങ്ങളിലൂടെ വിദ്യാർത്ഥികളുമായിട്ട് നടത്തുന്ന പല പല ഡിസ്കഷനുകളിലൂടെയൊക്കെ ഏറ്റവും സുന്ദരമാക്കി തീർത്ത അധ്യാപകരാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെ സുഹൃത്തുക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇടുക്കി എന്ന മലയോര പ്രദേശത്ത് തികച്ചും സാധാരണ രീതിയിൽ വളർന്നു വരുന്ന സാധാരണക്കാരുടെ മക്കളാണ് കൂടുതലും ഈ ന്യൂമാൻ കോളേജിൽ പഠിക്കുന്നത്. അപ്പോൾ തന്നെ ഞങ്ങൾ എത്രത്തോളം നമ്മുടെ ജീവിത പ്രാരാബ്ദങ്ങളും കഷ്ടപ്പാടും അതിനൊക്കെ ഇടയിൽ ഈ പഠിക്കുന്നതും കോളേജിൽ ഒന്നിച്ച് ചെലവഴിക്കുന്ന സമയവും, അങ്ങനെ ഒന്നിച്ച് ചെലവഴിക്കുന്ന സമയങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ ക്യാൻറ്റീനാണ് ഓർമ്മ വരിക. ഇന്റർവെൽ സമയത്ത് ക്യാൻറ്റീനിലേക്ക് ഓടിപ്പോകുന്നതും, ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരാളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ചായ കുടിക്കാമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പങ്കുവെച്ച സൗഹൃദം, സ്നേഹം, അതെല്ലാമാണ് എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. അതുപോലെ മറ്റു കോളേജുകളിൽ നിന്നും ഞാൻ പഠിച്ച മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായി, പ്രത്യേകിച്ച് ജെൻഡർ സ്പെസിഫിക് ആയിട്ടുള്ള വളരെ ന്യൂട്രൽ ആയിട്ടുള്ളൊരു കലാലയമായിട്ട് എനിക്ക് ന്യൂമാനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും ഹയർ സെക്കൻഡറി കാലഘട്ടത്തെ ജെൻഡർ സ്പെസിഫിക് ആയിട്ട് വസ്ത്രധാരണത്തിലൊക്കെ കൂടുതൽ ശ്രദ്ധ പുലർത്തിയിരുന്ന, അല്ലെങ്കിൽ അതിനെ നമ്മൾ നിർബന്ധിച്ചിരുന്ന ഒരു സ്കൂളിൽ നിന്നും വന്ന ഞാൻ, ന്യൂമാൻ നമുക്ക് തരുന്നത് തികച്ചും ഒരു വസ്ത്രധാരണത്തിൽ ഒരു പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ്. ഒന്നിന്റെയും പേരിൽ ജഡ്ജ് ചെയ്യപ്പെടാത്ത അത്തരത്തിലൊരു സുന്ദരമായ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷം, അത് ഏതൊരു വിദ്യാർത്ഥിയുടെയും സമഗ്രമായ വളർച്ചയ്ക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. വിദ്യാർത്ഥികൾ അവരുടെ ഉള്ളിൽ നിന്ന് ആ ഒരു സന്തോഷം വന്നെങ്കിൽ മാത്രമേ പഠന പാഠ്യേതര എല്ലാ പ്രവർത്തനങ്ങളിലും അവർക്ക് അവരുടെ 100% അവർക്ക് ഇടാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഒരു രീതി പറയുവാണെങ്കിൽ നമുക്ക് ആ ഒരു സന്തോഷമുണ്ട്. രാവിലെ എൻ്റെ നാട്ടിൽ നിന്നുള്ള ആദ്യത്തെ ബസ്സിന് കയറി കോളേജിൽ വന്നിട്ട് ഏറ്റവും അവസാനത്തെ ബസ്സിന് തിരിച്ചു പോവുക, അത്രയും സമയം കോളേജിൽ സ്പെൻഡ് ചെയ്യാൻ കഴിയുക. ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് ഇത്രയും വൈകി എന്താ വീട്ടിൽ പോകാത്ത എന്ന് ആരാലും ജഡ്ജ് ചെയ്യപ്പെടാതിരിക്കുക, നമ്മുടെ സ്വാതന്ത്ര്യത്തെ നന്നായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുകയും അത്തരത്തിലുള്ളൊരു പ്രൊട്ടക്ഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു എനിക്ക് എൻ്റെ കോളേജ്. അതുപോലെ തന്നെ കോളേജിന്റെ മൊത്തത്തിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ, തട്ടത്തിൻ മറയത്തിനകത്തെ വിനോദ് പറയുന്ന പോലെ പയ്യന്നൂർ കോളേജിലെ വരാന്തയിലൂടെ വരുമ്പോൾ അടിക്കുന്ന കാറ്റ്, അതുപോലെയാണ് ന്യൂമാന്റെ അന്തരീക്ഷത്തിൽ എപ്പോഴും ആ ഒരു കാറ്റുണ്ടായിരിക്കും. അത് സൗഹൃദത്തിന്റെയാണ്, സ്നേഹത്തിന്റെയാണ്, പ്രണയത്തിന്റെയാണ്, എല്ലാമാണ്. അത്തരത്തിലുള്ള നിരവധി ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് എൻ്റെ കലാലയം.